നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ രാവിലെ മുതൽ വൈകിട്ട് വരെ മിണ്ടാതിരിക്കുന്ന ഒരു കുട്ടിയാണ് ഏറ്റവും നല്ല കുട്ടി. ഇതാണ് സുമാറിക്കോട് മാഷ് പറയുമായിരുന്നു, രാവിലെ 9 മുതൽ 3:30 വരെ ഒരു കുട്ടിക്ക് മിണ്ടാതിരിക്കാൻ കഴിയുമെങ്കിൽ അവൻ എന്തോ അസുഖമാണ്, അവൻ്റെ മെച്ചമല്ല എന്ന്. നമ്മൾ എന്തെങ്കിലും മിണ്ടിയാൽ പേരെഴുതിയെടുക്കാൻ നിൽക്കുന്ന ആളുടെ പേരാണ് ലീഡർ. ഇങ്ങനെ 12 വർഷമോ അല്ലെങ്കിൽ 15 വർഷമോ പിള്ളേരെ വളർത്തിയിട്ട് നമ്മൾ പിള്ളേരോട് പറയുകയാണ്, നിനക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യില്ല, നിനക്ക് നെറ്റ്വർക്കിംഗ് സ്കിൽസ് പോരാ, നിനക്ക് ഇന്റർപേഴ്സണൽ സ്കിൽസ് പോരാ. വി ആർ ട്രെയിനിങ് ദം ടു ഫെയിൽ. ABC മലയാളം കരിയർ ടോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്, UK, USA, ഓസ്ട്രേലിയ. 9020500700. എഡ്യൂക്കേഷണൽ റിട്ടയർമെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ജോബ് റിട്ടയർമെന്റ് എന്ന് കേട്ടിട്ടുണ്ട്. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പണ്ട് ആണെങ്കിൽ ഒരു 17-18 വർഷം ആണ് ഒരു എഡ്യൂക്കേഷന് വേണ്ടി അയാൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ മുടക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പുതിയ NEP 2020യുടെ പോളിസി അനുസരിച്ച് ഒരു 18ാമത്തെ വയസ്സിൽ +2 പാസ്സാവുന്നു, ദെൻ ഡിഗ്രി PG. അപ്പം ആ ഒരു 20-22 വർഷം ആ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടി ചിലവഴിക്കുകയാണ്. അപ്പം ആ ഒരു എഡ്യൂക്കേഷൻ ഇത്ര പ്രോപ്പറാണ് മലയാളിക്ക് കിട്ടുന്നല്ല, ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രോപ്പറാണെന്ന് രാഹുലേട്ടന് തോന്നുന്നുണ്ടോ? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഒരുപാട് നമ്മുടെ സിസ്റ്റത്തിന് മെച്ചങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ മാറുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ന്യൂനതകളും ഇതിനകത്തുണ്ട്. കേരള ഗവൺമെന്റിന് ASAP എന്നൊരു പ്രോഗ്രാമാണ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ എന്ന് പറയുന്നതാണ് എൻ്റെ സ്കൂൾ. ഞങ്ങളുടെ ഓർഗനൈസേഷനാണ് അത് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫിൻലാൻഡ് ഗവൺമെന്റിനോടും ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ്റെ ബെസ്റ്റ് പോളിസീസ് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ ബുക്കിഷാണ്. ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികൾ ബുക്കിലെ എല്ലാം പഠിക്കണം, നല്ലതാണ്. പക്ഷെ അത് മാത്രമല്ല എന്നുള്ളതാണ് ഒരു റിയലൈസേഷൻ. പലപ്പോഴും ഈ ബൈ ഹാർട്ട് മെത്തേഡിന് മാത്രമാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അത് പരീക്ഷയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, മാർക്കിലേക്ക് വരുന്നു, ഏറ്റവും മികച്ചതാവും. അതിനപ്പുറം ഒരുപാട് ലോകം പോയി കഴിഞ്ഞു, നമ്മൾ അതിലേക്ക് അപ്ഡേറ്റഡ് ആയിട്ടില്ല. അവിടെയാണ് സ്കിൽ എഡ്യൂക്കേഷൻ, കഴിവുകൾ, നൈപുണ്യ വികസനം, ലൈഫ് സ്കിൽസ് തുടങ്ങിയ ഒരുപാട് പുതിയ മേഖലകൾ വരുന്നുണ്ട്. അതോടൊപ്പം ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ അതിൽ ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാൻ കഴിയണം. അപ്പോൾ ഈ കാണാതെ പഠിക്കുന്നു, മഗപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ ഈ സോഫ്റ്റ് സ്കിൽ, ലൈഫ് സ്കിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, ഈ സാധനമൊന്നും നമ്മുടെ കരിക്കുലത്തിൽ വരുന്നില്ല. സത്യസന്ധമായി പറഞ്ഞാൽ വേണ്ടത്രയും ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് നമുക്ക് ഒരു പ്രത്യേക സിലബസ് തരുന്നു, ആ സിലബസ് കാണാതെ പഠിക്കുന്നു, അത് കൂടുതൽ ഓർത്തിരിക്കുന്നു, പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല കൈയക്ഷരത്തിൽ അത് എഴുതുന്നു, നമ്മൾ വിജയിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ഇതിന് ചില മെച്ചങ്ങളും ഗുണങ്ങളും ഒക്കെ ചരിത്രപരമായിട്ടുണ്ട്. പക്ഷേ ഇതിനപ്പുറമുള്ള ലോകത്തേക്ക് നമ്മൾ പോയി. ഞാൻ സിമ്പിളായ ഒരു ഉദാഹരണം പറയാം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ ടീച്ചറിനോട് പോയി ചോദിച്ചത്, ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും നീളമുള്ള വാക്ക് ഏതാണ് എന്ന്. 30 വർഷം മുമ്പ്. അറിയാമോ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും നീളമുള്ള വാക്ക്? ഞാൻ പല വേദികളിലും സൂചിപ്പിക്കുന്നതാണ്. എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞ മറുപടി എനിക്കിന്നും ഓർമ്മയുണ്ട്. ഈ ഓണപരീക്ഷയ്ക്കോ ക്രിസ്മസിനോ വർഷാവസാന പരീക്ഷയ്ക്കോ ഒന്നും വരില്ല, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കേണ്ട. ഞാൻ അന്ന് ഏകദേശം ഒരു 3 ആഴ്ച എടുത്തു ഈ വാക്ക് കണ്ടുപിടിക്കാൻ. നോർമൽ ഇംഗ്ലീഷിലെ ഏറ്റവും നീളമുള്ള വാക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലോസിനോസി നിഹിലി ഫിലിഫിക്കേഷൻ എന്നൊരു വാക്കാണ്. സാങ്കേതികമായ ഇംഗ്ലീഷും കൂടെ എടുത്തു നോക്കിയാൽ അതിലെ ഏറ്റവും നീളമുള്ള വാക്ക് ന്യൂമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ് എന്നൊരു വാക്കാണ്. യഥാർത്ഥത്തിൽ ഇത് അന്വേഷിച്ച് എൻകറേജ് ചെയ്യാനല്ല ടീച്ചർ എന്നെ പ്രേരിപ്പിച്ചത്, പകരം ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കേണ്ടതുള്ളതാണ്. ഇത് പഠിച്ചു വെച്ചുകൊണ്ട് എനിക്കൊരു കാര്യമില്ല, അതാണ് ടീച്ചറിൻ്റെ. പക്ഷേ എൻ്റെ ക്യൂരിയോസിറ്റി, എനിക്ക് അന്വേഷിക്കാനുള്ള മേഖലകൾ, ഇതൊന്നും നമ്മുടെ സിസ്റ്റം ആസ് ഓഫ് നൗ വേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ടീച്ചർമാരുടെ കാര്യം പറഞ്ഞാൽ ഈ അധ്യാപക സംഘടനകളല്ലേ ഇപ്പോൾ കരിക്കുലം തീരുമാനിക്കുന്നത്. അതൊരിക്കലും അങ്ങനെ ല്ലോ വേണ്ടത്. അതായത് ഒരു സബ്ജക്റ്റിൽ അത്രയും തീവ്രമായ അറിവും അല്ലെങ്കിൽ ലോക എക്സ്പീരിയൻസും പലതരത്തിൽ യാത്ര ചെയ്ത ആളുകളും അങ്ങനെയുള്ള വിചക്ഷണന്മാരല്ലേ ശരിക്കും ഒരു സിലബസ് ഉണ്ടാക്കുന്നത്. ടീച്ചർമാരുടെ കൂടി ഇൻപുട്ട് എടുത്തുകൊണ്ട് നല്ലൊരു കരിക്കുലം, ആ കരിക്കുലത്തെ കൃത്യമായ വാക്കിതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കൂടെ കടത്തി കുട്ടിയെ പഠിക്കണം. നമ്മുടെ സിസ്റ്റത്തിൻ്റെ, നമ്മളെല്ലാം പഠിച്ച സിസ്റ്റത്തെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ രാവിലെ മുതൽ വൈകിട്ട് വരെ മിണ്ടാതിരിക്കുന്ന ഒരു കുട്ടിയാണ് ഏറ്റവും നല്ല കുട്ടി. ഇതാണ് സുമാറിക്കോട് മാഷ് പറയുമായിരുന്നു, രാവിലെ 9 മുതൽ 3:30 വരെ ഒരു കുട്ടിക്ക് മിണ്ടാതിരിക്കാൻ കഴിയുമെങ്കിൽ അവൻ എന്തോ അസുഖമാണ്, അവൻ്റെ മെച്ചമല്ല എന്ന്. കാര്യം അങ്ങനെ ഒരാൾക്ക് പറ്റില്ല. നമ്മൾ എന്തെങ്കിലും മിണ്ടിയാൽ പേരെഴുതിയെടുക്കാൻ നിൽക്കുന്ന ആളുടെ പേരാണ് ലീഡർ. ടീച്ചർ പറയുന്നത്, ഞാൻ ക്ലാസ്സിന് വെളിയിൽ പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പരസ്പരം സംസാരിച്ചാൽ നിങ്ങളുടെ പേര് എഴുതിയെടുത്ത് അവൻ എനിക്ക് തരും എന്നുള്ളതാണ്. ഇങ്ങനെ 12 വർഷമോ അല്ലെങ്കിൽ 15 വർഷമോ പിള്ളേരെ വളർത്തിയിട്ട് നമ്മൾ പിള്ളേരോട് പറയുകയാണ്, നിനക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യില്ല, നിനക്ക് നെറ്റ്വർക്കിംഗ് സ്കിൽസ് പോരാ, നിനക്ക് ഇന്റർപേഴ്സണൽ സ്കിൽസ് പോരാ. വി ആർ ട്രെയിനിങ് ദം ടു ഫെയിൽ. അപ്പോൾ
കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, നോളജ് ഇൻറ്റൻസീവ് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടി എടുത്ത് അതോടൊപ്പം മോഡേൺ കാലം ഡിമാൻഡ് ചെയ്യുന്ന സോഫ്റ്റ് സ്കിൽസ് എന്നോ ലൈഫ് സ്കിൽസ് എന്നോ ലൈഫോളജി എന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഓറിയൻറ്റേഷൻ എന്നോ ഹ്യൂമൻ സ്കിൽസ് എന്നോ വ്യത്യസ്ത രാജ്യങ്ങൾ വ്യത്യസ്ത പേരിലാണ് വിളിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഫിൻലാൻഡിൽ പോയപ്പോൾ അവർ ഹ്യൂമൻ സ്കിൽസ് എന്നാണ് വിളിക്കുന്നത്. എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, ഹ്യൂമൻ സ്കിൽസ് എന്ന് വിളിക്കാം, ലൈഫ് സ്കിൽസ് എന്ന് വിളിക്കാം, ജീവിത നൈപുണ്യം എന്ന് വിളിക്കാം, സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്ന് വിളിക്കാം, ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഇത് നമ്മളുടെ പഠന ഭാഗങ്ങളോടൊപ്പം കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ പഠിക്കുന്നത് ശരിക്കും ഹിസ്റ്ററിയാണ്. അതായത് സയൻസ് പഠിക്കുമ്പോഴും സയൻസിൻ്റെ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. കാര്യം അതിൻ്റെ പണ്ടത്തെ ചരിത്രം അതൊന്നും വേണ്ടതല്ല, അതൊക്കെ ഒരു ബെഡ് റോക്ക് ആകാൻ നല്ലതാണ്. പക്ഷേ ഇന്നോവേഷൻ, പിള്ളേരുടെ പുതിയ കാര്യങ്ങൾ, ഇത് പ്രചോദിപ്പിക്കാനുള്ള കാര്യങ്ങൾ കുറവാണ്. പക്ഷേ എല്ലാ സർക്കാരുകളും കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായിട്ട് ഇതിന് ശ്രദ്ധ കൊടുക്കുകയും കുട്ടികളുടെ, അതായത് കൃത്യം പറഞ്ഞാൽ എല്ലാ വ്യക്തികൾക്കും ഒരു അന്തർലീനമായ വാസനയുണ്ട്, ടെൻഡൻസി എന്നൊക്കെ പറയും. ഈ വാസനകളെ കൂടി ദ്യോതിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതല്ലേ ഇപ്പൊ ഈ പറഞ്ഞ സംഭവം, ഈ ഹാർവാർഡ് ഗാർഡനർ എന്ന് പറഞ്ഞൊരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അങ്ങനെ എന്തോ. അപ്പൊ അതായത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മാത്സും സയൻസും അറിയുന്നവനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ എന്നുള്ള രീതി. പക്ഷെ അങ്ങനെയല്ലോ. ഇപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് വളരെ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ ചർച്ചകളിലോ നമ്മുടെ ഡിജിറ്റൽ മീഡിയയിലൊന്നും വരാത്തതാണ്. വളരെ അപ്രീഷിയേറ്റീവ് ഫോർ സേയിങ് ദിസ്. അതായത് 9 തരമുള്ള ബുദ്ധിവൈഭവങ്ങൾ ഉണ്ടെന്നാണ് ഹാർവാർഡ് സൈക്കോളജിസ്റ്റായ ഹൊവാർഡ് ഗാർഡനർ പറയുന്നത്. ആദ്യം അദ്ദേഹം 8 ആയിരുന്നു, 9ാം അദ്ദേഹം എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് കൂടെ ചേർത്തു. ഈ സ്റ്റഡിക്ക് മികച്ച സ്റ്റഡിയാണ്, പക്ഷേ കേൾക്കുന്ന ടീച്ചർമാർ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് കൂടി പറയാനുള്ള ഒരു സാധനമായിട്ടാണ്. ഇതിൻ്റെ ഫിസിയോളജിക്കലായിട്ടുള്ള കോറിലേഷൻസ് കണ്ടെത്തിയിട്ടില്ല, പക്ഷേ ഇത് സൈക്കോളജിക്കലി റെലവൻ്റ് ആയ ഒരു സ്റ്റഡിയാണ് നമുക്ക് മനസ്സിലാക്കണം. അതായത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ കഴിവും അഭിരുചിയുമാണ്. ഞാൻ 3 വർഷം പാട്ട് പഠിച്ച വ്യക്തിയാണ്, ആലങ്കാരികമായിട്ടുള്ള ഒറിജിനലി 3 വർഷം പാട്ട് പഠിച്ച വ്യക്തിയാണ്. പക്ഷെ എനിക്ക് സാരിഗാമ പാദനിസ തീർക്കാൻ അറിയില്ല. കാര്യം എൻ്റെ മ്യൂസിക്കൽ ഇന്റലിജൻസ് വളരെ കുറവാണ്. പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ മമ്മൂട്ടി സാറാണ് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും മികച്ച നടന്മാരിലൊന്ന്. പക്ഷേ മമ്മൂട്ടി ഡാൻസ് കളിയുമ്പോൾ കൈ മാത്രമേ ഉള്ളൂ. മമ്മൂട്ടിക്ക് റിതമിക് ഇന്റലിജൻസ് കുറവാണെന്ന് നമ്മൾ പറയും. ചില ആൾക്കാർക്ക് വെർബൽ ഇന്റലിജൻസ് ആയിരിക്കും കൂടുതൽ, ചില ആൾക്കാർക്ക് സ്പേഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും കൂടുതൽ. എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും കുറവ് സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്. പക്ഷേ ദീപയ്ക്ക് തിരുവനന്തപുരം CT പഠിക്കാൻ വീട്ടുകാർക്ക് ഒരു അഭിമാന ബോധമായതുകൊണ്ട് മാത്രം ദീപയെ CTയിൽ അയച്ച് ദീപ സിവിൽ പഠിച്ചു. ദീപയ്ക്ക് സ്കെയിൽ വെച്ചൊരു വീട് വരയ്ക്കാൻ പോലും ഒന്നും അറിയില്ല. കാറ് എങ്ങനെ ഒരു ബസ് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിലും ദീപയ്ക്ക് അവിടെ കാറ് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ദീപയുടെ കുറ്റമല്ല, പക്ഷേ ദീപയ്ക്ക് എന്നാൽ IT എടുത്താലോ BB എടുത്താലോ തിളങ്ങുമായിരുന്നു. പക്ഷേ വീട്ടുകാരുടെ അഭിമാന ബോധം തിരുവനന്തപുരം CTയിൽ പഠിക്കണം, അതാണ് അതിൻ്റെ ഗും. അപ്പോൾ ഈ ഗുമ്മിന് വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ കരിയറും മറ്റും തിരഞ്ഞെടുക്കുന്നത്. അതാണ് നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 9 അല്ലെങ്കിൽ 8 രണ്ടും കണക്കാക്കുന്നുണ്ട്. ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനനുസരിച്ചാണ് നമ്മൾ കോഴ്സുകളും നമ്മളുടെ സ്പെഷ്യലൈസേഷനും ഒക്കെ തിരഞ്ഞെടുക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നുള്ളത് വേദനാകരമായ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കേരള ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും ഒക്കെ അഡീഷൻസ് കൊണ്ടുവരുന്നു, സ്വകാര്യ സ്കൂളുകൾ ഒരുപാട് അഡീഷൻസ് കൊണ്ടുവരുന്നു. അവരത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നുള്ളത് ആശ്വാസമാണ്. ഇപ്പോൾ ഈ NEP ഇംപ്ലിമെന്റ് ചെയ്തു, അതായത് സെൻട്രൽ ഗവൺമെന്റ് NEP ഇംപ്ലിമെന്റ് 5-3-3-4 അല്ലേ, 5 years ഫൗണ്ടേഷൻ, 3 years പ്രിപ്പറേറ്ററി, പിന്നെ സെക്കൻഡറി, ഹയർ സെക്കൻഡറി എന്നുള്ള രീതിയിൽ. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അവിടെ അത് ചെയ്തെങ്കിലും നമ്മൾ കേരളത്തിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ. അല്ല, ഇംപ്ലിമെന്റ് ചെയ്യാൻ വരുന്നുണ്ട്. അതിന് മറ്റു 1-2 അതിന്റെ പൊളിറ്റിക്സുകളും ഒക്കെ ഉണ്ട്. അതായത് കേരളം, തമിഴ്നാട് അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ NEPയുടെ ചില ആംഗിളുകൾ പൊളിറ്റിക്സ് ആണെന്നും വിശിഷ്യ തമിഴ്നാട്ടിൽ അത് ഹിന്ദി ഇമ്പോസിഷന്റെ 2ാമത്തെ വഴിയാണെന്നൊക്കെ ഉള്ളൊരു ആരോപണമുണ്ട്. ആ ആരോപണങ്ങൾ മാറ്റിവെച്ചാൽ NEP ഗംഭീരമായ ഒരു സിസ്റ്റമാണ്. ഗുണമെന്നും പറഞ്ഞാൽ പോലെ NEP ഗംഭീരമായ ഒരു സിസ്റ്റമാണ്. ഫിൻലാൻഡ് മോഡലിൽ നടക്കം ബെസ്റ്റ് പ്രാക്ടീസസ് എടുത്താണ് വരുന്നത്. അതായത് ബേസിക്കലി നമ്മൾ പഠിച്ചതിനുള്ള വ്യത്യാസം എന്താണെന്ന് പെട്ടെന്ന് പറയാം. നമ്മൾ പഠിച്ചത് ഏകദാനകമായ ഒരു പ്രത്യേക മോഡലിൽ നിന്ന് വിഭിന്നമായി സ്കൂളുകളിൽ വ്യത്യസ്ത രീതികൾ ഉപയോഗിച്ച് പഠിപ്പിക്കുകയും, നമ്മളൊന്നും സ്കൂളുകളിൽ സംസാരിക്കുകയില്ല. നമ്മുടെയൊക്കെ സ്കൂളുകളുടെ അവസാനത്തിലേക്കാണ് എന്നാ സെമിനാർ കൂടെ പ്രസന്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സാധനം വരുന്നത്. അപ്പം നമ്മൾ സെമിനാർ ചെയ്യുമ്പോൾ ആരും ശ്രദ്ധിക്കത്തോലുമില്ല, എല്ലാവരും നമ്മളിങ്ങനെ വായിച്ചു. അതിനപ്പുറം കുട്ടികളുടെ ഈ നൈസർഗികമായ കഴിവ് വികസിപ്പിക്കുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ നൈപുണ്യ വികസനം എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നത് അവിടെയാണ്. ഇനിയും കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചർമാർക്കും ഈ സ്കിൽ ഇമ്പാർട്ടിങ്ങിൽ ഉള്ള എഫിഷ്യൻസി കുറവാണ്. ഞങ്ങളിപ്പോൾ വ്യക്തിപരമായിട്ട് തന്നെ നമ്മൾ MEPSC മാനേജ്മെന്റ് ഓൺട്രപ്രണർഷിപ്പ് പ്രൊഫഷണൽ സെക്ടർ സ്കിൽ കൗൺസിലുമായിട്ട് ചേർന്ന് ടീച്ചർമാരുടെ അപ്ഗ്രേഡേഷൻ കൂടെ നോക്കുന്നു. കാര്യം സിലബസ് മാറിയാൽ പോരല്ലോ, സിലബസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടീച്ചർമാരും കൂടി അപ്ഡേറ്റ് ചെയ്യണം. ബേസിക് ഒരു ഡിഫോൾട്ട് കിടക്കുന്ന അവിടെ ഇപ്പം ഈ പറയുന്ന എല്ലാ അപ്ഡേഷൻസ് വരുമ്പോഴും ടീച്ചേഴ്സ്മാർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ 1986 ആ പോളിസിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. കാരണം ഇവർക്ക് കിട്ടുന്ന ഈ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഇപ്പം നമ്മളൊരു എപ്പോഴും പറയാം 100% ലിറ്ററസിയാണ് കേരളത്തിനുള്ളത്. പക്ഷേ ഈ പഠിച്ചിറങ്ങുന്ന എത്ര വിദ്യാർത്ഥികൾക്ക് ആ ടോപ്പിക്കിൽ ആ വിഷയത്തിൽ പ്രാവീണ്യമായ ഒരു നോളജ് വേറെ, സ്കിൽഡ് വേറെ. രണ്ട്, ടീച്ചറിന്റെ ഇന്നത്തെ യഥാർത്ഥ ലക്ഷ്യം ടീച്ചർ ഷുഡ് ട്രാൻസ്ഫോം ദം ഇൻടു എ ട്രെയിനർ, മെന്റർ ആൻഡ് എ കോച്ച്.
ടീച്ചർ ട്രെയിനർ ആകണം. ടീച്ചറും ട്രെയിനറും തമ്മിലുള്ള വ്യത്യാസം, ടീച്ചർ അറിവ് പകർന്നു നൽകുന്ന വ്യക്തിയാണ്, ട്രെയിനർ സ്കില്ല് കൂടി ഡെവലപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. മെന്റോർ അല്ലെങ്കിൽ അവരെ ജീവിതത്തിൽ ഒരു വഴി കാണിക്കാനും അവരുടെ കഴിവുകളെ അവരുടെ അഭിരുചിയെ തിരിച്ചറിഞ്ഞ് അവരെ ആ രീതി വളർത്താനും കൂടി ഉള്ള ഒരാളായിരിക്കണം. അപ്പം പണ്ടത്തെ ടീച്ചറിൻ്റെ ആ ജോലി മാറി ഇന്ന് മെന്റോറും കൂടിയായി മാറണം, കോച്ച് കൂടിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. നമുക്കത് ഫിൻലാൻഡിൽ നടക്കം യൂറോപ്യൻ മോഡലിൽ നടക്കമുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോ 1:10 1:15 1:20 ആണ്. ഇവിടെ ഈ 1:40 വരുമ്പം ഇത്രയധികം വ്യക്തികളെ വ്യക്തിപരമായി പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണ് ഞങ്ങൾ അസാപ്പിനൊക്കെ സെഷൻ എടുക്കുമ്പോൾ 25 to 30 മാക്സിമം ലിമിറ്റ് വെച്ചാണ് എടുത്തത്. ഇന്ത്യയെ പോലൊരു സ്ഥലത്ത് അതേ പറ്റും. ടീച്ചിങ്ങിൽ നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്യണം, ടീച്ചേഴ്സിനെ ഇൻവെസ്റ്റ് ചെയ്യണം. കാര്യം ഒരു ജനതയെ വാർത്തെടുക്കാൻ ഏറ്റവും പ്രധാനം ടീച്ചർമാരാണ്. അപ്പോൾ ആ ടീച്ചർമാരുടെ മെൻറ്റോറിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ടീച്ചിങ്ങും കൂടെ നീ പറഞ്ഞ പോലെ ഒരുപാട് പുതിയ ഇതുണ്ട്. സൈക്കോമെട്രിക്സ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഓർമ്മ ശരിയാണെങ്കിൽ 16,000 കോടി രൂപ, മോർ ദാൻ 16,000 crores സൈക്കോമെട്രിക് അസസ്മെന്റ്സ് സ്കൂളിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഗവൺമെന്റിന് PM ശ്രീ സ്കൂൾ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. അത് ജവഹർ നവോദയ കേന്ദ്രീയ വിദ്യാലയയിലൊക്കെ. എൻ്റെ അഭിരുചി എന്താണ്, എൻ്റെ ലൈഫ് എക്സാമ്പിൾ ഒരു 30 seconds പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ +2 അല്ലെങ്കിൽ +1 +2 പഠിച്ചിരുന്നപ്പോൾ എന്തെടുക്കണമെന്ന് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എൻ്റെ ഒരു അമ്മാവനെ പോലെ ഞങ്ങളൊരു ബന്ധു, ഒരു IAS കാരനാണ്, പുള്ളിയാണ് എന്നോട് വന്ന് പറഞ്ഞത് എക്കണോമിക്സ് എടുക്കാൻ. എനിക്ക് എക്കണോമിക്സ് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമാണ്. പക്ഷേ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, നിനക്കാണോ കൂടുതൽ അറിയാവുന്നത് IAS കാരനാണോ കൂടുതൽ അറിയാവുന്നത്? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും അങ്ങനെയായിരിക്കും. അങ്ങനെയാണ് ഞാൻ എക്കണോമിക്സ് എടുത്തത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായ തീരുമാനമാണ് എക്കണോമിക്സ് എടുത്തത്. ഞാൻ എന്നിട്ട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പോയി പഠിച്ചു. പക്ഷേ ആ വിഷയം ഗംഭീര വിഷയമാണ്, പക്ഷേ ആ വിഷയത്തിന് ഞാൻ സ്യൂട്ടബിൾ അല്ല, ആ വിഷയം എനിക്ക് സ്യൂട്ടബിൾ അല്ല. ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് LLB പഠിക്കേണ്ടതായിരുന്നു. ഞാനിപ്പം ചാനൽ ചർച്ചയും ഈ സംസാരിക്കുന്നതൊക്കെ ഞാൻ പഠിക്കേണ്ടിയിരുന്നത് +2 കഴിഞ്ഞ് LLB ആണ്. ഞാൻ എന്നിട്ട് ഇത് റിയലൈസ് ചെയ്തൊരു 15 വർഷം ശേഷമാണ്. അതിനുശേഷമാണ് ഞാൻ കേരള ലോ അക്കാഡമിയിൽ പോയി LLBക്ക് ചേർന്നു. ആദ്യ തവണ ഞാൻ ഡ്രോപ്പ് ഔട്ടായി, കാര്യം മോനൊക്കെ ഉണ്ട്, ആ കാലഘട്ടമായിരുന്നു. വീണ്ടും LLBക്ക് ചേർന്നു. ഞാൻ 2023 ഡിസംബറിൽ ഒരു ലോയറായിട്ട് എൻറോൾ ചെയ്തു. പക്ഷേ എനിക്ക് നഷ്ടമായത് 20 വർഷം. അതായത് എൻ്റെ അമ്മയുടെയും എൻ്റെയും തെറ്റായ തീരുമാനം കാരണം എൻ്റെ ലൈഫിലെ 20 വർഷം ഞാൻ നഷ്ടപ്പെടുത്തി. അത് തന്നെയാണ് സാർ നമുക്ക് ചോദിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ ഈ പറയുന്ന ഒരു മോശം തീരുമാനം എന്ന് പറയുന്നത് അവൻ്റെയും ആകാം അവൻ്റെ പേരൻസിൻ്റെയും ഫിയർ ഫാക്ടറും ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 23 വർഷം പഠിച്ചിറങ്ങുന്ന ആൾക്ക് ചിലപ്പോൾ 8ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ ഒരു അമേരിക്കൻ സ്റ്റുഡൻറ്റ്, അവൻ 8ാം ക്ലാസ്സിൽ അവന് കിട്ടുന്ന ഈ ലൈഫ് സ്കിൽസ് വെച്ച് അവന് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസും എക്സ്പോഷറും PG കഴിഞ്ഞ കേരളത്തിൽ ഒരാൾക്ക് ഇല്ലായിരിക്കും. അല്ല, ചില ആൾക്കാർക്ക് എക്സെപ്ഷൻ, ബഹുഭൂരിപക്ഷത്തിനും 90% ഇല്ല എന്ന് നമ്മൾ സമ്മതിക്കാൻ മടി കാണിച്ചാൽ നമ്മൾ ശരിയാക്കില്ല. അതായത് ഇങ്ങനെ നമുക്ക് ചില പോരായ്മകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, അമേരിക്കക്കാർക്ക് ചില പോരായ്മകളുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ എഞ്ചിനീയറിങ്ങിനും STEM സയൻസ് വിഷയങ്ങൾക്ക് ഇപ്പം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ സ്കില്ലിങ്ങിന്, നൈപുണ്യം, ഓൺട്രപ്രണർഷിപ്പ്, ഇന്നോവേഷൻ തുടങ്ങിയ മേഖലകളില്ല. നമ്മളെ ഇപ്പോഴും ബേസിക്കലി പഠിപ്പിക്കുന്നത് ഗവൺമെന്റ് ജോലി നേടാൻ വേണ്ടി, സേഫ് സൈഡ് ജോബ്. പക്ഷേ പ്രശ്നം എന്താ അറിയോ, ഗവൺമെന്റ് ആകെ കൊടുക്കുന്ന ജോലികൾ ടോട്ടൽ ജോലികളുടെ 2-3% മാത്രമാണ്. 2 to 3% മാത്രമാണ് ഗവൺമെന്റ് ജോബുകളുള്ളത്, അതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പകരം സ്വകാര്യ മേഖലയിൽ, ബിസിനസ് മേഖലയിൽ, കോർപ്പറേറ്റ് മേഖലയിൽ, പ്രൊഫഷണൽ മേഖലയിൽ, ഇന്നോവേഷനിൽ, പുതിയ സംരംഭം തുടങ്ങുന്നതിൽ, ഇതിലെല്ലാം നമ്മുടെ സ്റ്റുഡൻസ് മാറണം. ഈ സ്റ്റുഡൻസിന് ഈ ഓറിയന്റേഷൻ കൊടുക്കാൻ കഴിയണം. നമ്മുടെ പേരൻസ് നമുക്ക് തരാത്തത്, നമ്മളെല്ലാം ജനിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. അവർക്ക് ആ മിഡിൽ ക്ലാസ് സെക്യൂരിറ്റി എന്ന കോൺസെപ്റ്റിൽ ദേ ആർ സ്റ്റക്ക്. അവരുടെ ഒരു തെറ്റുമല്ല, ഞാനും എൻ്റെ മനയെ കുറിച്ച് അങ്ങനെ ചിന്തിക്കൂ. പക്ഷേ മാറിയ കാലത്ത് നമ്മളത് പുനർനിർവചിച്ചില്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് ഏറ്റവും നഷ്ടം ഉണ്ടാകുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇതോടൊപ്പം നമ്മളിപ്പോൾ ഒരിക്കലും തോൽക്കില്ല, അല്ല നമ്മുടെ ഇപ്പം അങ്ങനെയുള്ള എല്ലാ ക്ലാസ്സിലും ജയിപ്പിച്ച് വിടുകയാണല്ലോ, അതൊരു ശരിയായ ഒരു നടപടിയാണോ? 2 കാര്യങ്ങളാണ്. സ്റ്റുഡൻസിനെ സൈക്കോളജിക്കലി ഡൗൺ ആക്കരുതെന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ എന്തെഴുതിയാലും വെറുതെ അറ്റംപ്റ്റ് ചെയ്താൽ നീ ജയിച്ചോളൂ, അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സ്റ്റുഡൻസിന് പിന്നെ ഈ സിസ്റ്റത്തോട് വിശ്വാസം വരില്ല. ഈ രീതിയിൽ അത് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ വലിയൊരു പ്രശ്നമാണ്. നീ എന്തെങ്കിലും ഒന്ന് സൈഡ് കോർ ഇട്ടിരുന്ന ജയിപ്പിക്കും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ശരിയാണ്. ജയിച്ചു പോകുന്ന കുട്ടികൾക്ക് തന്നെയല്ലേ ഇപ്പോൾ എബ്രോഡ് സ്റ്റഡീസിന് പോകണമെങ്കിലും പിന്നീട് ജോലിക്ക് പോകണമെങ്കിലും ഒരു കോൺഫിഡൻസ് അവർ കോമ്പറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരാൾ ഇപ്പോൾ PG മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി എബ്രോഡ് പോകുന്നു. അവിടെയും ഒരു ഭീകരമായിട്ടൊരു എഡ്യൂക്കേഷൻ ഒരു കോപ്പപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരത്തില്ലേ? അതായത് അതിനെ നമ്മൾ വിളിക്കുന്നത് സ്കിൽ ഗ്യാപ്പ് എന്നോ നോളജ് ഗ്യാപ്പ് എന്നോ ആണ്. ഞാൻ അതിന്റെ കണക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് 2023 2.5 ലക്ഷം, അതായത് 2,50,000 വിദ്യാർത്ഥികളാണ് വിദേശത്തോട് പോകുന്നത്. പലർക്കും അവിടെ ചെന്ന് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ഏകദേശം നമ്മുടെ കേരളത്തിന് വെളിയിലുള്ള മലയാളികൾ 22 ലക്ഷത്തോളമാണ്. അതിന്റെ 10% ഈ വിദ്യാർത്ഥികളാണ്.
2023 ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് 43,378 കോടിയാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം, സ്റ്റുഡൻസ് ഫീസും ലിവിങ്ങും ഔട്ട്സൈഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു ഭാഗം നമുക്ക് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരുപാട് നന്നാവുമായിരുന്നു. പല ആൾക്കാരുമേ അവിടെ ചെന്ന് ലോവർ എൻഡ് കോളേജസിലും മറ്റുമാണ് ചേരുന്നത്. എങ്ങനെങ്കിലും, അതായത് നമ്മുടെ കുട്ടികളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ചിന്ത ഈ നശിച്ച നാട് വിട്ടാ ഞാൻ രക്ഷപ്പെടുന്ന, നാടിനൊരു നാശത്തിന്റെ പ്രശ്നവുമില്ല, നമുക്കാണ് നാശത്തിന്റെ പ്രശ്നം, നാടിന്റെ പ്രശ്നമല്ല, നമ്മുടെ സിസ്റ്റത്തിന്റെയും നമ്മുടെയും പ്രശ്നമാണ് എന്ന തിരിച്ചറിവ് പോകണം. ഈ പറഞ്ഞ എബ്രോഡ് പോയിട്ട് അവിടെ നിന്ന് പഠിച്ച് പാർട്ട് ടൈം ആയിട്ട് പെട്രോൾ ബങ്കിലോ അല്ലെങ്കിൽ വെയർ ഹൗസിലോ ജോലി ചെയ്ത് ഇത് ഒന്ന് ഇപ്പം വേറെ പഠനം കഴിയുമ്പോഴത്തേക്ക് ഇയാളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, ഞാൻ ഈ ജോലി ചെയ്താൽ മതി, വേറെ എല്ലാവരും ചെയ്ത് അങ്ങനെ തന്നെയാണ്. ഇവിടെ നിന്ന് മറ്റേ മുറ്റത്ത് വീഴുന്ന ഒരു ഇല എടുത്ത് കളയാത്ത ആൾ അപ്പുറം ബാത്റൂം കഴിക്കൊണ്ടിരിക്കുക. ഇതിന്റെ പ്രശ്നം മലയാളികളുടെ, അതൊരു മലയാളി സൈക്കിയുടെയും പ്രശ്നമാണ്. മലയാളി വെളിയിൽ ചെന്നാൽ നന്നായി ജോലി ചെയ്യും, പക്ഷേ കേരളത്തിൽ ജോലിയില്ല. നമുക്ക് ഈ മിഥ്യാഭിമാനം, മിഡിൽ ക്ലാസ് കോംപ്ലക്സ്, ചരിത്രപരമായ ഫ്യൂഡൽ റീസൺസ് കാരണമായിരിക്കും വെളിയിൽ, അതായത് സാക്ഷാൽ അംബാനിയുടെ മോളെ ജോലിക്ക് വിടുന്നുണ്ട്. നിങ്ങൾ ചിലർ അറിയുമ്പോൾ അത്ഭുതപ്പെടും. അമേരിക്കൻ പ്രസിഡന്റായ ബറാക് ഒബാമ, അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ സാഷ ഒബാമ ഒരു വെയിട്രസ് ആയിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണം, അമേരിക്കൻ പ്രസിഡന്റിന് സ്വന്തം മോളെ എങ്ങനെ വിടാനില്ല, പക്ഷേ നമ്മുടെ പല അമ്മമാർക്കും അച്ഛന്മാർക്കും മക്കളിലേവരും ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് പോലും വിടാൻ മടിയാണ്. അപ്പോൾ ഇവർക്ക് ഇതില്ലാതെ എങ്ങനെയാണ് ലേണിംഗ് ഉണ്ടാകുക? നമ്മുടെ തെറ്റിദ്ധാരണ, നമ്മൾ സ്കൂളിൽ കളിക്കുന്ന നല്ല രീതിയിൽ മാർക്ക് കിട്ടും, പെട്ടെന്നൊരു കമ്പനി വരും, ആ കമ്പനി കയറും, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടും, അങ്ങനെയല്ല കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് നോട്ട് ഹൗ തിങ്സ് വർക്ക്. അത് നമ്മൾ ഈ സിനിമകളെല്ലാം അല്ലെങ്കിൽ നമ്മൾ ഈ പലരും കേട്ട ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ മൊത്തം ഒരു സിലബസ് ആവേണ്ടതിന്റെ ആവശ്യമില്ലേ? ഇപ്പൊ വേർതിരിവ് വരില്ലേ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക്? വ്യത്യസ്ത ബോർഡുകളുണ്ട്, അതൊരു പോളിസി കോളാണ്. അതായത് IGCSE ഉണ്ട്, കേംബ്രിഡ്ജിന്റെ ICSE ഉണ്ട്, IB ഉണ്ട്, ഇന്റർനാഷണൽ ബാച്ചലറേറ്റ്, പിന്നെ CBSE ഉണ്ട്, കേരള സിലബസ് ഉണ്ട്, തദ്ദേശീയമായ സിലബസുകളുണ്ട്. എല്ലാം പെട്ടെന്നൊരു സിലബസിലേക്ക് കൊണ്ടുവരുന്നത് പ്രായോഗികമായ ചലഞ്ചിങ് ആണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, സിലബസ് എന്താണെങ്കിലും അതിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ സ്കിൽഡും വിൽഡും ആയിരിക്കണം. സ്കില്ല് വേണം, വില്ല് വേണം, ഇച്ഛാശക്തി വേണം, കഴിവ് വേണം, നൈപുണ്യം വേണം. ഒരുപാട് കാര്യങ്ങളിൽ സിമിലാരിറ്റിയാണ്. ഇപ്പോൾ ഹിസ്റ്ററി ഒക്കെ, ഇപ്പോൾ കർണാടക പഠിപ്പിക്കും, കർണാടകത്തെ ഹിസ്റ്ററി കൂടുതൽ പഠിപ്പിക്കും. കർണാടകത്തിൽ പഠിക്കുന്ന ഒരു മലയാളി കുട്ടി പഴശ്ശിരാജയെക്കുറിച്ചോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ പഠിക്കുന്ന കുട്ടി നമ്മുടെ പഴശ്ശിരാജയെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഹിസ്റ്ററി അടക്കമുള്ള കുറേ കാര്യങ്ങളിലേ തർക്കമുള്ളൂ. അപ്പോൾ ഈ വലതുപക്ഷ ഗവൺമെൻറ് വന്നാലോ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നാലോ അവരുടേതായ ചരിത്രം കാണും. പക്ഷേ ബേസിക്കലി കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്ത ബിഗ് 4 സ്കിൽസ് പറയാം. അതാണ് ബിഗ് 4 എന്ന് പറയുന്ന ബിഗ് 4C സ്കിൽസ്: ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ. ക്രിയേറ്റിവിറ്റി എന്ന് സർഗാത്മകത, പുതിയ കാര്യങ്ങളും പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസും കൊണ്ടുവരാൻ. ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്, കോംപ്ലക്സ് പ്രോബ്ലം സോൾവിങ് ആണ് ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കിൽ. അതായത് സെറ്റായ ഒരു കാര്യമല്ല, എന്താണ് പ്രോബ്ലം, ആ പ്രോബ്ലം നമ്മൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ക്രിട്ടിക്കൽ തിങ്കിങ് / കോംപ്ലക്സ് പ്രോബ്ലം സോൾവിങ്, രണ്ടും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഒന്നിൻ്റെ മറ്റു മാനങ്ങളാണ്. 3 കൊളാബറേഷൻ, എങ്ങനെ നമ്മൾ ആൾക്കാരോട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, മുമ്പോട്ട് കൊണ്ടുപോകുന്നു. 4 നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്ന ടോപ്പ് സ്കിൽസ് ആയിട്ട് പൊതുവെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് 4ഉം നമ്മുടെ കുട്ടികൾക്ക് കുറവാണ്. അതുപോലെ നമ്മുടെ യൂഷ്വലി കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് കുറവാണ്. അപ്പോൾ ഈ കമ്പാരിറ്റീവ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു US-ൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും ഇന്ത്യയിലെ ഒരു കുട്ടിക്കും തമ്മിൽ ഭീകരമായ ഡിഫറൻസ് ഉള്ളത് ഈ പ്രഷർ ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിൽ. കാരണം ഈ കുട്ടിക്ക്, ഇന്ത്യയിലെ കുട്ടിക്ക് ടീച്ചറിൻ്റെ ഫിയർ ഫാക്ടറിൻ്റെ പ്രശ്നമുണ്ട്, വീട്ടിലത്തെ പ്രശ്നമുണ്ട്, പഠിക്കണം എന്നുള്ള പ്രശ്നമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കുട്ടിക്കും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഭീകരാവസ്ഥയല്ലേ കേരളത്തിലെ ഒരു കുട്ടിയുടെ അവസ്ഥ? 2 കാര്യങ്ങളാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ കുട്ടികൾ ഒരു ടഫ് ഫേസിലൂടെ കടന്നു പോകുന്നതിനെ നമ്മൾ എതിർക്കണ്ട. കാര്യം അതവരെ ടഫാക്കും. ഗോയിങ് ഗെറ്റ്സ് ടഫ്, ടഫ് ഗെറ്റ്സ് ഗോയിങ്. പക്ഷെ അന്ന് നമ്മുടെ അമ്മമാർ അങ്ങനെ പഠിപ്പിക്കുന്നതാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, തിരുവനന്തപുരത്തെ ഒരു സ്കൂളിൽ മകളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് അമ്മ ആത്മഹത്യ ചെയ്തു. പിന്നെ ഭയങ്കര അന്ന് വലിയ വിവാദമായിരുന്നു. ഇപ്പം അല്ല, കുറച്ച് വർഷം എന്തിനാണ് മാർക്ക് വേണ്ടെന്നൊന്നുമല്ല, പക്ഷേ മാർക്ക് വേണം, അവർക്ക് അഡ്മിഷൻ കിട്ടണം. പക്ഷേ അതിനപ്പുറത്ത് അവരുടെ യാർഡ് സ്റ്റിക്സ് ഉണ്ട്. ഇന്ന് മാറി തുടങ്ങുന്ന ഒരു ട്രെൻഡ്, US യൂണിവേഴ്സിറ്റീസിൽ ഇൻക്ലൂഡിംഗ് ഹാർവാർഡ് അഡ്മിഷൻ കിട്ടുന്നത് കുട്ടികളുടെ മാർക്ക് വെച്ച് മാത്രമല്ല. സംതിങ് കോൾഡ് പ്രൊഫൈൽ. കുട്ടിയുടെ പ്രൊഫൈലാണ്, ആ പ്രൊഫൈൽ ബിൽഡിംഗ് ആണ് പലപ്പോഴും. ആ പ്രൊഫൈൽ ബിൽഡിംഗ് ഒക്കെ നമ്മുടെ നാട്ടിൽ വരും. ഇത് യാന്ത്രികമായി നിനക്ക് 70%, നിനക്ക് 80%, എന്നാൽ 80% ആയിരിക്കും നല്ലതെന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യുന്നത്. ആ സാധനങ്ങളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 വർഷം എടുക്കും മാറി വരാം. യൂഷ്വലി ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ പറഞ്ഞൊരു സാധനമാണ്. അതായത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട്
ഏകദേശം 900 വർഷത്തോളം മേലെ. ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് 200 വർഷം പോലും ആകുന്നില്ല. അപ്പോൾ ആ ഒരു എവല്യൂഷൻ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ മാറ്റം ഉണ്ടാവും. സമയമെടുക്കും, പക്ഷേ പ്രശ്നം നല്ല കറക്റ്റാണ്, സമയമെടുക്കും. പക്ഷേ നമ്മുടെ പിള്ളേർ ബാക്കിലായി പോകും. നമ്മുടെ സിസ്റ്റം മാറാൻ കാത്തു നിന്ന് നമ്മുടെ പിള്ളേർ ബാക്കിലായി പോകുന്നത്. ഇനി എന്താണ്, ഇനി ഒരു ഇന്ത്യക്കാരനോ മലയാളി അല്ലാതെ കൂടെ പറയാം. അതായത് ഇന്ത്യക്കാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് അഥവാ ജനസംഖ്യയുള്ള രാജ്യം നമ്മളാണ്. നമ്മൾ 146 കോടി ജനങ്ങളുണ്ട് ലോകത്ത് ഏറ്റവും. ഒരു കഴിഞ്ഞ 20-30 വർഷമായ ദുബായിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, മലയാളം പറഞ്ഞാൽ മതി ജീവിക്കാം. കാര്യം മലയാളികളെ എപ്പോഴും കാണാം. മിഡിൽ ഈസ്റ്റിന്റെ ജോലി മാർക്കറ്റിനെ, കരിയർ അല്ലെങ്കിൽ ജോബ് മാർക്കറ്റിനെ പവർ ചെയ്യുന്നതിൽ വലിയൊരു ശതമാനം മലയാളികളും ഇന്ത്യക്കാരും ഒക്കെയാണ്. ഫിലിപ്പിനോസ് ഉണ്ട്, ഇതുപോലത്തെ ആൾക്കാരാണ്. ഇതേപോലെ വെസ്റ്റിന്റെ അടക്കം ജോബ് മാർക്കറ്റിനെ ഇന്ത്യ ആയിരിക്കും അടുത്തൊരു 20-25 വർഷം പവർ ചെയ്യാൻ പോകുന്നത്. അതാണ് ജർമ്മനിയൊക്കെ ഇന്ത്യ എന്നൊരു പേര്. ഇപ്പം നമ്മുടെ നഴ്സുമാരല്ലേ ലോകത്തിലെ യൂറോപ്പിലെ പല ഭാഗങ്ങളിലും പോയാൽ കാണാൻ കഴിയുന്നത്. ഇതിന്റെ കാരണം നമ്മുടെ ഈ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. നമ്മൾ പഠിച്ചു വന്ന കാലത്ത് ജനസംഖ്യ ഒരു തെറ്റാണ്, ജനസംഖ്യ ദോഷമാണെന്നുള്ള ധാരണയാണ് നമ്മളെ പറഞ്ഞു എന്ന സാധനം. ഇന്ന് മാറി ജനസംഖ്യ ഒരു ശക്തിയാണ് എന്ന് തിരിച്ചറിവ് വരുന്നുണ്ട്. പക്ഷെ ശക്തി ആകണമെങ്കിൽ പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ്, ട്രെയിൻഡ് ആൻഡ് ഗുഡ് സിറ്റിസൺസ് ആർ ഗോയിങ് ടു ബി അവർ സ്ട്രെങ്ത്. അപ്പം നമുക്ക് ഇനിയും വേണ്ടത് അങ്ങനെ ഇന്ത്യൻ അമേരിക്കൻസായി, ഇന്ത്യൻ പോർച്ചുഗീസായി, ഇന്ത്യൻ എന്താ പറയുക മിഡിൽ ഈസ്റ്റുകാരായി ഇവരൊരു ഇന്ത്യൻ ഗ്ലോബൽ സിറ്റിസൺസായി മാറുമ്പോൾ നമുക്ക് റെമിറ്റൻസ് കിട്ടും. റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ 2023 2,16,830 കോടി എന്തോ ആണ് വിദേശ റെമിറ്റൻസ് കൊണ്ട് നമ്മൾ നിൽക്കുന്നത്. അതായത് ദുബായിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് കാശ് അയക്കുന്നു, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കാശ് അയക്കുന്നു. അപ്പം നമ്മളൊരു റെമിറ്റൻസ് എക്കോണമി കൂടിയാണ്. കാര്യം നമ്മുടെ കേരളത്തിൻ്റെ പറഞ്ഞാൽ നമ്മുടെ 2-3 ലിമിറ്റേഷൻ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് സ്ഥലം കുറവാണ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ പോയി ഏക്കർ കണക്കിന് ചോദിച്ചാൽ ഈസി ആയിട്ട് സർക്കാരുകൾക്ക് കൊടുക്കാം. ടാറ്റ വന്ന് പുതിയൊരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു 100 ഏക്കർ 200 ഏക്കർ തരണമെന്ന് പറഞ്ഞാൽ കണ്ണടച്ചെടുത്ത് കൊടുക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു 100 ഹെക്ടർ വേണമെന്ന് പറഞ്ഞാൽ, പക്ഷേ നമുക്ക് സ്ഥലമില്ല. നമുക്ക് അതുകൊണ്ടാണ് റോഡ് വികസനത്തിന് പോലും സ്ഥലമില്ലാതെ നിൽക്കുന്നത്. നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇന്ത്യയിലെ സെക്കൻഡ് ആണെന്നാണ് വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ സെക്കൻഡ്, വൺ ഓഫ് ദി ടോപ്പ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സ് വികസിപ്പിക്കുകയേ വഴിയുള്ളൂ. നമുക്ക് വേറെ വഴിയില്ല. നമുക്ക് വലിയ രീതിയിൽ ഈ ലാൻഡ് ഫ്രീ ആയിട്ട് കൊടുത്തൊന്നും വലിയ കോർപ്പറേറ്റുകളെ കൊണ്ടുവരാൻ നമുക്ക് സ്ഥലമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സിൻ്റെ അപ്സ്കില്ലിംഗ്, ട്രെയിനിങ്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പരമാവധി ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് എല്ലാ ഗവൺമെൻറ്റ്സും ചെയ്യുന്നത്, നമ്മളും ചെയ്യേണ്ടത്. ഈ നാട്ടിൽ നിന്ന് പിള്ളേർ പോകരുതെന്നല്ല, പകരം പോകുകയും നിങ്ങൾ എക്സൽ ചെയ്യുകയും ആ നാടും ഈ നാടും തമ്മിലുള്ള നല്ല സിനർജി ഉണ്ടാക്കുകയും ചെയ്യണം. കറക്റ്റ് കേരള മലയാളികൾ ആലോചിച്ചൊന്നും ചെയ്തതല്ലെങ്കിലും മിഡിൽ ഈസ്റ്റിൽ പോയി റെപ്ലിക്കേറ്റ് ചെയ്ത എക്സ്പീരിയൻസ്, നമ്മൾ നന്നായി, മിഡിൽ ഈസ്റ്റ് നന്നായി. മിഡിൽ ഈസ്റ്റുകാർക്ക് മലയാളികളെ വലിയ കാര്യം, നമ്മുടെ 2ാം വീടാണ് UAE. നമ്മുടെ 2ാം വീടായി UAEയും അറബ് രാജ്യങ്ങളും മാറുന്നത് പോലെ ഈ GCC മൊത്തത്തിൽ നമ്മുടെ ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പ്രളയം വന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് തരുന്നതിനെക്കാട്ടി കൂടുതൽ 800 കോടി ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് ദുബായ് ഗവൺമെന്റ് വന്നു, UAE ഗവൺമെന്റ് വന്നത്. ഇതേപോലെ അമേരിക്ക ആവട്ടെ, വെസ്റ്റ് ആകട്ടെ, നമ്മളെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൊരു ഗുണമെന്ന് പറഞ്ഞാൽ ബാക്കി പല രാജ്യങ്ങളെയും അവിടെ റേസിസം വെള്ളക്കാർക്കുണ്ട് ഇല്ലെന്നല്ല, എന്നിരുന്നാലും നമ്മളോടാണ് കമ്പാരിറ്റീവ്ലി ഭേദം. നമുക്ക് അഡാപ്റ്റബിലിറ്റി കൂടുതലാണ്. നമ്മൾ ഏത് രാജ്യത്തോടും ജെല്ല് ചെയ്യും, നമുക്ക് എക്സ്ട്രീം സ്റ്റാൻസ് ഇല്ല, നമുക്ക് എല്ലാവരോടും മിങ്കിൾ ചെയ്ത് പോകും. അപ്പോൾ അവരുടെ കൾച്ചറിൽ കൂടെ അപ്പോൾ അങ്ങനത്തെ ഒരു പോസിറ്റീവ് സാധനം നമുക്കുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ഇന്ത്യനൈസേഷൻ ഓഫ് ദി വേൾഡ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടക്കുകയും വേണം. അതിൽ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒന്ന്, നല്ല രീതിയിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ മലയാളം കമ്മ്യൂണിക്കേഷൻ, നേരത്തെ പറഞ്ഞ വെർബൽ ഇൻ്റലിജൻസ്, വെർബൽ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്നാണ് അതിനെ പറയുന്നത്. അതേപോലെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാനും കൊളാബറേഷൻ സ്ഥാപിക്കാനും കാര്യം. ഇൻട്രാപേഴ്സണൽ സ്കിൽസ്, ഒരു വ്യക്തിക്ക് സ്വയം മുമ്പോട്ട് നയിക്കാനും മറ്റുള്ള കാര്യം. പിന്നെ മ്യൂസിക്കൽ അഥവാ റിതമിക് ഇൻ്റലിജൻസ് ഉണ്ട്, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, സ്പിരിച്വൽ അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഇങ്ങനെ 8 അല്ലെങ്കിൽ 9 തരം ഇൻ്റലിജൻസുകളാണ് പൊതുവെ ഉള്ളത്. ഇതെല്ലാം വെച്ചാണ് നമ്മൾ വിദ്യാർത്ഥികളെ ഓറിയൻറ്റ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കണക്കിന് മാർക്ക് കൂടുതൽ നേടിയാൽ അവനാണ് മിടുക്കുന്നത്. എന്താ അത് ലോജിക്കാ? കണക്കിന് 100 കിട്ടിയാൽ അവൻ മിടുക്കാം, ബാക്കിയുള്ളത് അതെന്തിനും ഒരു ലോജിക്കില്ല. കണക്ക് പിടിച്ച് പഠിത്തം നിർത്തിയാലും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എൻട്രൻസ് എഴുതിയ പക്ഷേ എനിക്കൊന്നും ഓർമ്മയുണ്ട്. അന്നത്തെ ഒരു കേരള യൂണിവേഴ്സിറ്റിയുടെ VC പറഞ്ഞു, ഈ കണക്കിൻ്റെ എക്സാം, ഈ കണക്ക് പരീക്ഷ പ്ലസ് ടുവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഐൻസ്റ്റീൻ കൊടുത്താൽ പോലും ഐൻസ്റ്റീൻ ജയിക്കില്ലായിരുന്നു. കാര്യം ചില ആൾക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ എന്തോ നമ്മളെ ബുദ്ധിമുട്ടിക്കാനാണ് ഇടുന്നത്. നമ്മുടെ നാട്ടിലെ അവരുടെ ഫ്രസ്ട്രേഷൻ, അതായത് നമ്മളെ എന്തോ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നതാണ് വിജയം എന്നൊക്കെയാണ് അവരുടെ തെറ്റിദ്ധാരണ. മാറി മാറി വരുന്നുണ്ട്. ഈ പിന്നെ ഒരു കാര്യം പറയുമ്പോൾ ഈ മതം എഡ്യൂക്കേഷനിൽ വല്ലാണ്ട് കൈകടത്തുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഏതൊരു കോളേജിലാണെന്ന് തോന്നുന്നത്, നിസ്കരിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ
പ്രിൻസിപ്പളിനെ പൂട്ടിയിട്ട സംഭവം, പിന്നെ ഒരു കോളേജിന്റെ മേൽ കൂടി ആകാശപാത, ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം കാണാതിരിക്കാൻ. അപ്പൊ ഇതൊക്കെ പേടിച്ചിട്ടായിരിക്കില്ലേ കുട്ടികൾ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് തന്നെ ദേഷ്യം തോന്നി നാട് വിടാനൊക്കെ ശ്രമിക്കുന്നത്? ഇത് നമ്മുടെ ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങൾ ഒരു പൂർണ്ണാർത്ഥത്തിൽ ഇങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാദഗതികൾ കേൾക്കും. പക്ഷേ ഇതാ നേരത്തെ പറഞ്ഞ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ആണ് ഈ സ്പിരിച്വാലിറ്റിയുടെ സ്പേസ്. ജീവിതത്തിന്റെ അർത്ഥം, ജീവിതത്തിന്റെ തലങ്ങൾ, ഇതിനെക്കുറിച്ച് വ്യത്യസ്ത ഉത്തരങ്ങൾ കാണാം. പക്ഷേ എന്തെങ്കിലും ഉത്തരം സ്റ്റുഡൻസിന് വേണം. ഇതിനെക്കുറിച്ച് വ്യത്യസ്ത ഉത്തരം കാണാം. പക്ഷേ ആ ഉത്തരങ്ങൾ എന്തെങ്കിലും അവരുടെ ഒരു ആത്മീയ ബോധമെന്നോ ബോധ്യമെന്നോ സ്പിരിച്വൽ ഇന്റലിജൻസോ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ജീവിത വീക്ഷണമെന്നോ പറയുന്നൊരു കാര്യം. അപ്പോൾ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിലും ഉണ്ടാവും. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലെടുത്താൽ ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് ആരാണ്? നമ്മുടെ ക്രിസ്ത്യൻ മിഷണറീസും അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുമാണ്. ചാവര പിതാവ് പള്ളിക്കൂടം, ചാവര പിതാവ് അടക്കം പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് വരും. ചാവര പിതാവ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 നൂറ്റാണ്ട് മുമ്പാണ്. നമ്മുടെ നവോത്ഥാന നായകന്മാരെ കാട്ടിയും 25-30 വർഷം മുമ്പ്, 2 നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം അന്നൊരു സംസ്കൃത സ്കൂൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പിന്നീട് നമ്മുടെ മുസ്ലിം സംഘങ്ങൾ തുടങ്ങി, അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ NSS തുടങ്ങി, SNDP അടക്കമുള്ള ശ്രീനാരായണ ഗുരുദേവനെ പോലൊരു വ്യക്തി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക വന്നു. അപ്പോൾ എഡ്യൂക്കേഷനിൽ അവർക്കൊരു സ്ഥാനമുണ്ട്. പക്ഷേ വിദ്വേഷത്തിന് സ്ഥാനമില്ല, അത്രയേ ഉള്ളൂ. വിദ്വേഷത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥാനമില്ല. ആ അർത്ഥത്തിൽ വളരെ ഇൻക്ലൂസീവാണ്. എല്ലാ രാജ്യങ്ങളിലും ഈ എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവാണ്. ഏതെങ്കിലുമൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാര്യം NSSൻ്റെ അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, SNDP കോളേജുകളുണ്ട്. കാര്യം ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? ഇതിലേക്ക് ആൾക്കാരെ കണ്ടിന്യൂസ്ലി വരണ്ടേ? വിദ്യാഭ്യാസം ഒരുപാട് ഇൻറ്റൻസീവായ ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പണ്ട് കേരളത്തിൽ ഏകദേശം 6000 സീറ്റ്, 4000 മുതൽ 6000 സീറ്റ് വരെ കേരളത്തിൽ എഞ്ചിനീയറിംഗിനുള്ളതാണ്. അപ്പോൾ എന്ത് പറ്റി? അന്യ സംസ്ഥാനങ്ങളിലേക്ക് പിള്ളേരെല്ലാം എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. ആ കാശ് നമുക്ക് തമിഴ്നാട് പോകുന്നതുകൊണ്ടോ കർണാടകത്തിൽ പോകുന്നതുകൊണ്ടോ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കേരളത്തിലുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലങ്ങൾ കുറച്ചുകൂടെ നന്നാവും. അങ്ങനെ ഗവൺമെന്റ് ഇത് വളരെ ലിബറലാക്കി പോളിസി ആയപ്പോഴാണ് ഈ തട്ടുകടയെ പോലും ചായക്കടയെ പോലും എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്ന ഒരു ഗതികേട് വന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഓവറായിപ്പോയി. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജുകൾ അടച്ചു തുടങ്ങി. എന്നിട്ട് 10-30,000 സീറ്റിനപ്പുറത്തും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ക്വാളിറ്റി വേണം, എന്നാൽ സ്പ്രെഡും വേണം. സ്പ്രെഡ് വേണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റൂല. സ്പ്രെഡ് ചെയ്യുമ്പോൾ പക്ഷേ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ പലതും ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം. സ്പ്രെഡും വേണം, ക്വാളിറ്റി വേണം. എന്നാൽ ഏറ്റവും IIT മാത്രം മതി എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും പഠിക്കാൻ പറ്റില്ല. കാര്യം ഒരു ക്രീമിന് വേണ്ടി മാത്രമല്ലല്ലോ വിദ്യാഭ്യാസം.